ദൈവമേ, സുമേഷിന്റെ കയ്യിൽ തന്നെ ചെന്ന് പെട്ടല്ലോ. ഇനി ഇവന്റെ കാര്യം പോക്കാം. ഓനല്ല നമ്മളെ കയ്യിൽ തന്നെ കിട്ടുന്നേലും. കുരിയാനിൽ വന്നിട്ട് പെണ്ണിന്റെ മേത്ത് കൈവെക്കാൻ നീ ആയിനടാ, അതിന് മാത്രം ധൈര്യം നിനക്കുണ്ടാ? അടിക്കാണ് ഒറ്റക്കൊട്ടിക്കോടാ. എടാ, കുരിയാടി പെണ്ണിന് തൊട്ടാല് പിന്നെ അവനെ ആഴക്കടലിൽ പോയി തപ്പിലും കാണാൻ പറ്റില്ലടാ. അതാണ്ടാ ചരിത്രം. ഇതെന്റെ ഒടുക്കത്തെ താക്കീതാ, ഓർമ്മിച്ചോ? വാടാ. ഉത്സവം അടുത്തല്ലേ? വെറും പൈസ ഡ്രസ് എല്ലാം എടുക്കണ്ട മക്കൾക്ക്. മത്തിന്റെ വല്ലാണി ഞാൻ തീർപ്പിക്കോ. പണിക്ക് പോയിട്ട് കാര്യമില്ല, കിട്ടാൻ പൈസ കുടിക്കാനാ ചെയ്യുന്നത്. ഇവരെല്ലാം ആര് കള്ളിക്കട്ടെ? ഞങ്ങൾ നിങ്ങളെ പുറത്തെല്ലാം ചോദിച്ചു, അന്നെ പുറത്തൊന്നും കള്ളിക്കറ്റ്. എടാ, ഒരു നല്ല കടൽപ്പണിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടുകാരെ സ്നേഹിക്കുന്നവരായിരിക്കണം, കുടുംബത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം, വീട്ടുകാരെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഞാൻ അങ്ങനെ ഒരാളാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടല്ലേ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടിക്കുന്നത്, അല്ലാണ്ട് ഇന്നെ പേടിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ നാട്ടിൽ പറഞ്ഞു നടക്കുന്നുണ്ട്. എടാ, നമ്മളെ കുരിയാടിയിലെ മക്കളൊന്നും വെടക്കായിട്ട് വളരാൻ പാടില്ല. അതുകൊണ്ടല്ല ഞാൻ ഇടക്കൊക്കെ സദാചാര പോലീസ് കളിക്കുന്ന. മോനെ സുമേഷേ, നീ പറയുന്ന കാര്യം 100% ശരിയാ. അതുകൊണ്ട് മാത്രം ഞങ്ങൾ നിന്നെ പേടിക്കുന്നു, അനുസരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഇങ്ങനെ കട്ടക്ക് കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതാരിയുടെ പേടിക്കുന്നേ. സുജീഷിന്റെ കള്ളൂടി കുറച്ച് ഓവറാട്ടാ, ഒന്ന് ശ്രദ്ധിച്ചാളാണ്. എല്ലാവർക്കും കള്ളുകൂടി ഇച്ചിരി കൂടുതലാ, അതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അവരവര് കുറച്ചാൽ അവരവർക്ക് നല്ലത്. പല ആൾക്കാരും പുറത്തെ പല പിള്ളേരോട് പോയി കുടിക്കുന്നവരും ഞാൻ അറിയുന്നുണ്ട്. പറഞ്ഞില്ലാതെ വേണ്ട.
എപ്പം നോക്കിയാലും കണ്ട് 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 കണ്ട്. ആ സുമേഷേ, ഇന്നോട് കുറേ ദിവസമായി ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു ഞാൻ. എന്തിനാ കമലെടുത്ത്? രാഘവേട്ടന് ഇപ്പം മുമ്പത്തെ പോലെ പണിക്കൊന്നും പോയില്ല. ഇനി അഥവാ പണിക്ക് പോയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഫുള്ള് കള്ളും കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഭയങ്കര അലമ്പാ. അത് ഞാനിപ്പോ എന്താക്കണെന്ന് കമലെടുത്ത് നിങ്ങൾ പറയണേ? നീ ഒന്ന് രാഘവേട്ടനെ ഉപദേശിക്കണം. ആ, ഉപദേശിക്കാൻ പറ്റിയ നല്ല ആളാ ഞാന്. അല്ലടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇനി പറഞ്ഞാൽ ചിലപ്പോൾ മൂപ്പർ കേൾക്കും. നോക്കാം കമലെടുത്ത്, ഞാൻ പറയാം. ശരി എന്നാൽ. എടാ സുമേഷേ, നമ്മളെ വക്കീൽ വിളിച്ചിരുന്നു. നമ്മളെ ഇടിവെട്ട് പ്രഭാകരൻ അടിച്ചതിൻ്റെ കേസിന് വരുന്ന ബുധനാഴ്ച എല്ലാവരും കോടതിയിൽ ഹാജരാവണമെന്ന്. ഇപ്പൊ ചൊറയല്ലേ? എന്ത് ചോറയടാ? തോന്നിയ ദിവസം കളിച്ചു കഴിഞ്ഞാൽ ഏത് ഇടിവെട്ട് പ്രഭാകരനാണ് നമ്മൾ അടിച്ചു തൂറിക്കും. അതിപ്പോ കോടതി തൂക്കി കൊന്നാലും കൊന്നില്ലെങ്കിലും അത് നമ്മുടെ സ്റ്റൈലാ. ഇന്നെ തൂക്കി കൊല്ലുന്നതല്ലല്ലോ പ്രശ്നം. ഇന്നെ തൂക്കി കൊല്ലുമ്പോ ഞാനും കൂടി തൂങ്ങൂലേ, അതല്ലേ കുഴപ്പം. അതുപോലെ രാഘവട്ടന് വിട്ട് കലാപരിപാടി തുടങ്ങിയല്ലേ? ഇതിപ്പോ സ്ഥിരമായിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ ഒരു വിറ്റ് ഞമ്മക്ക് കയറുക. അതിൽ മര്യാദയില്ലാത്ത. ആ കമലെടുത്ത് രാവിലെ എന്നോട് പറഞ്ഞേ ഉള്ളൂ, മൂപ്പറ എന്നോടൊന്ന് ഉപദേശിക്കാൻ. ഞാൻ പറഞ്ഞ കേൾക്കുമല്ലോ. ഏത് ഉപദേശിക്കാൻ പറ്റിയ സമയം ഇപ്പൊ. നമുക്ക് പോയിട്ട് ഒന്ന് ഉപദേശിക്കാം. വേണ്ട വേണ്ട, ഇപ്പൊ പോണ്ട. ഒന്നും പറയണ്ട. ഇപ്പൊ പോണ്ടെന്നല്ല, പ്ലീസ് ഇപ്പൊ പോണ്ട. പിന്നെ പോയി നാളെ ഉപദേശിക്കാം. നീ ഒന്നും പറയണ്ട. പറയുന്നത് കേക്കണേ, പോണ്ടാന്ന് അവരൊന്ന് ചോദിക്കേണ്ട ശ്രമിക്കും പറഞ്ഞത്. നീ ഒന്നും പറയണ്ട. ഇങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങില്ല. ഉപദേശിച്ചു പ്ലീസ് പോരണം, പോരണം, പ്ലീസ് പോരണം. അതൊന്നും മതിയാ? ഞാൻ കൊണ്ടാത്ത പൈസ എനിക്ക് തന്നൂടല്ലേ? മാനം കൊടുത്തു കണ്ടോട്ടെ, കേട്ടോട്ടെ, പറഞ്ഞു. ഇനി എന്താ നാട്ടിലാട്ടാ എനിക്ക് മാനം കെടുത്തല്ലേ? എന്താ പറയാ പറഞ്ഞ കാട്ടി എനിക്ക് ഇങ്ങോട്ട് കളിക്കുന്ന, ഇങ്ങോട്ട് കളിക്കുന്ന, ഇങ്ങോട്ട് കളിക്കുന്ന. രണ്ടിടയ്ക്കാണ് ഞാൻ കഴിക്കൂ. തീരെ ശരിയോ തെറ്റോന്ന് ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ. സ്വന്തം ഭാര്യ എന്താ പറയുക? എന്താ പറയുക? ചോദിക്കാൻ രാഘവേട്ട, ഞാനാ സുമേഷാണ്. എന്താ രാഘവേട്ട, എന്താ പ്രശ്നം? എന്താ എന്റെ ഓളെ ഞാൻ തച്ചത്? ആരാ ചോദിക്കുന്നത്? എന്റെ ഓളെ ഞാൻ തച്ചത് എന്റെ ഭാര്യനാ. നാട്ടുകാരെ ഓളെ നിങ്ങൾക്ക് തക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നടക്കേ. ഇനി നാട്ടുകാരെ കൊണ്ടു തപ്പിച്ചില്ല. അയ്യോ, എന്റെ രാഘവേട്ടൻ എല്ലാവരും അടിച്ചു കൊല്ലുന്നേ, ഒന്ന് ഓടിവായാ. അടിക്കലടാ രാഘവട്ടോ, നിങ്ങൾ കുറെ കാലമായി തുടങ്ങിയിട്ട് കള്ളും കുടിച്ചു വന്ന് പെണ്ണുങ്ങളെ മേത്ത് കൈവെക്കുന്നത് ഈ കുരിയാടിയിൽ ആണുങ്ങൾക്ക് പറഞ്ഞല്ല. നിങ്ങൾ എത്ര കാലമായി തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ തരുന്നൊരു വാണിങ്ങാ. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ പെണ്ണുങ്ങളെ മേത്ത് കൈവെച്ച് ഞാൻ അറിഞ്ഞാല് ഞാൻ ആരാ നിങ്ങൾ മനസ്സിലാവും. മനസ്സിലായിട്ടോ? കൊണ്ടേക്കണ ഞാൻ ഉണ്ടാക്കൂല. എന്താണ് എനിക്ക് കൊണ്ടാക്കിയാല്? എനിക്ക് വാസാനം ബാക്കിയല്ലേ ഞാൻ. സുമേഷേ, മോനെ സുമേഷേ, സുമേഷേ,
രാഘവട്ടാ. എന്താ സുമേഷ് ഇത്? ആ രാഘവട്ടാ, ഒന്നുമില്ല. എണീക്കടാ. അല്ല രാഘവട്ടാ, ഇതെന്താ മാലയൊക്കെ ഇട്ടിട്ട്? ഇതെപ്പോയി മാലയിട്ട്? ഒന്നുമില്ല സുമേഷേ, ഇന്ന് രാവിലെ തന്നെ പോയിട്ട് മാലയും കിട്ടും. ഓ, ഇന്നലെ രാത്രി പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അത് കേട്ടപ്പോ എനിക്ക് ശരിയാന്ന് തോന്നി. അതിന് ഇന്നലെ രാത്രി എന്താ ഉണ്ടായി? ഇന്നലെ രാത്രി എന്നാ ഇനി ഓരോട് പറഞ്ഞേ? കണ്ട ബ്രാൻഡുകളൊക്കെ മാറി മാറി കുത്തിക്കാറ്റുമ്പോ എങ്ങനെ ഓർമ്മ ഉണ്ടാവാനാ? എന്തായിരുന്നു രാഘവട്ടാ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്? അല്ല സുമേഷ്, നമ്മളല്ലേ ഇന്നലെ രാത്രി ഓരോ വീട്ടിൽ പോയി ചാമ്പിളക്കിയത്? അയ്യേ, അങ്ങനെയൊന്നും നമ്മൾ രാഘവേട്ടനെ ചെയ്യില്ല. ആടി ഇനി എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? അല്ലേ രാഘവേട്ടാ? അതെന്തെങ്കിലും ആകട്ടെ, എന്തായാലും ഞാൻ ഇന്ന് രാവിലെ മാല ഇട്ട് അതിനുശേഷം മനസ്സിനും ശരീരത്തിലും എന്തൊരു സുഖാന്നാ. ഇത് ജീവിതകാലം മുഴുവൻ അങ്ങ് തുടർന്നാലോ എന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. സ്വാമി ശരണമയ്യപ്പ, അറിവില്ലാ പൈതങ്ങളാണ് ഒന്ന് സ്വാമിയെ കാത്തുരക്ഷിക്കണേ. ചേട്ടാ, ഇയാൾ മാലയുടെ മാത്രം ഇന്നലെ രാത്രി നമ്മൾ എന്താണ് സംസാരിച്ചത്? നമുക്ക് ഉണ്ണി വിളിച്ചു നോക്കാം. അല്ല, എനിക്ക് ഓർമ്മയുണ്ട് കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, ഇപ്രാവശ്യം നമ്മൾ ടീമിനെ എല്ലാവരും പെട്ടെന്ന് തന്നെ മാല ഇടിക്കണം, കൂടെ നമ്മളും. രാഘവട്ടം പിന്നെ കുടിച്ചാലമ്പാക്കിട്ടാന്ന് വിചാരിക്കാം. നമ്മളെന്തിനും ഇത്ര നേരത്തെ മാല ഇടുന്നേ? മാലയിടേണ്ട സമയമാകുമ്പോൾ അങ്ങ് മാല ഇട്ടിട്ട് അങ്ങ് പോയാൽ പോരെ? അല്ല ഉണ്ണിയെ? പോരാ, നമ്മളെ കൂട്ടത്തിൽ പലരും കുടുംബം നോക്കാണ്ട് വഴിതെറ്റി പോകുന്നുണ്ട്, കൂടെ നമ്മളും. അല്ല രാഘവേട്ട, നമ്മൾ എത്ര കാലായി ഇതുപോലൊന്ന് ഇരുന്നിട്ട്? ശരിയാ കമലേ, നഷ്ടപ്പെട്ട ജീവിതത്തെ ഓർത്ത് ഒരുപാട് സങ്കടമുണ്ട്. ഇപ്പോഴെങ്കിലും ഇങ്ങക്കൊരു വെളിപാടുണ്ടായല്ലോ. കമലേ, നമ്മളെ വീടിന്റെ ഓട് മാറ്റിയിട്ട് നമുക്ക് കോൺക്രീറ്റ് ആക്കണം. അതുപോലെ തന്നെ നമ്മളെ പുറത്തെ കക്കൂസ് ഉണ്ടല്ലോ, അത് അപ്പാടങ്ങ് പൊളിച്ചു മാറ്റിയിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് ആക്കണം. എന്താ? നാളെ തന്നെ നമ്മളെ നാണൂരോടൊന്ന് വന്ന് നോക്കാൻ പറയണം. മണ്ഡലകാലം ഇപ്പൊ അങ്ങ് കഴിയും. അതും കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പണ്ടത്തെ പോലെ ആവില്ലെന്ന് ആര് കണ്ട്? എന്റെ ഉറച്ച തീരുമാന, ഇനി അതിന്റെ അത് മാറ്റമൊന്നും ഉണ്ടാവില്ലടോ. എന്തായാലും ഈ മണ്ഡലകാലം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് കക്കൂസ് പറിക്കേണ്ട കാര്യം നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഞാന് ഈ കടാപ്പുറത്ത് പോയി തൂറേണ്ടി വരും. ഇവിടെ കമലേ, നീ എന്തെന്ന് പറയുന്നത്? ഇപ്പം പണിക്കെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് പോകുന്നില്ലേ? ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന്. എന്തായാലും വേണ്ടൂല, ഈ മണ്ഡലകാലം കഴിഞ്ഞിട്ട് മതി കക്കൂസ് പറിക്കല്. എന്തെന്നാ ഇത്? ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലായത് നമുക്ക്. അല്ലടാ, കുടിച്ചു കുടിച്ച് ഇവിടെ തുടങ്ങി കുടിക്ക. അല്ല മോനെ, നിന്റെ അടികളെല്ലാം മലയ്ക്ക് പോവാ, മാല ഇട്ടല്ലോ. എനിക്ക് ഇനി ഇത് നിർത്തിക്കൂടെ? ഇത് ഒന്ന് മാല ഇറക്കൂടാ ഇനി, എന്നാലും കുടി നിർത്തും ഇനി. എന്തിനാ ഇത്ര നേരത്തെ മാല ഇടുന്നത്? പോകുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് അങ്ങ് മാല ഇട്ടാ പോരെ? എന്റെ അയ്യപ്പനറിയാം. നിന്റെ വീട്ടിൽ നിന്നുള്ള വെള്ളം കുടി ഉണ്ടല്ലോ, അത് ഞാൻ നിർത്തി തരാം. ഇവിടെ നല്ല അടുത്ത് പോയിക്കോണി, കേട്ടിക്കല്ലേ? നിന്റെ മെന്നില്ല സുമേഷ്, ഓനെ ഞാൻ കാണട്ടെ, ഓനോട് പറഞ്ഞു കൊടുക്കാം. ഓനെ അറിഞ്ഞ അവന്റെ സ്വഭാവം എനിക്ക് അറിയാലോ അല്ലേ? ദൈവമേ, തള്ള ഇത് കൊളാക്കുമല്ലോ. ഒരു 2 തള്ളൊക്കെ കൂടി വെച്ചു കൊടുക്കല്ലേ? അമ്മേ, ഇത് കുങ്കുമപ്പൂവില് മാറ്റിയതാ. ഇത് കുടിച്ചാലിട്ടല്ല, മുഖം ഇങ്ങനെ ചകാന്നിരിക്കും, ആപ്പിള് പോലെ. കുടിക്കും. ഒന്ന് പോടാഞ്ഞി. എന്താ ഞാനിപ്പോ ആപ്പിൾ വളിയില്ലേ? ഞാൻ നോക്കന്ന ഇതങ്ങ് കുടിക്കുക. പോടാഞ്ഞി കുടുങ്ങി വേണ്ട. കുടിച്ച ആപ്പിള് 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 കുടിച്ചൂടെ? കുടിക്ക്. ചേട്ടിന് കുറച്ച് സ്വൈരം കിട്ടണ്ട. കുടിച്ചോളി. ടച്ചപ്പ് വേണേനാ? ഒന്നും കൂടി വെള്ളം ചേർത്തില്ല, അരിച്ച ആയില്ല. ഇന്നൊരു മൂലക്കാരത്തൂരുണ്ടോ? ഒന്നും ചോദിക്കടാ. ഒഴിക്കേ. ആ, ഇനിയില്ല ഇനിയില്ല, ആപ്പിളാവാൻ അത് മതി. എടാ,
ഇന്നല്ലേ എന്റെ അരിച്ചമ്പല് 2000 ഉറുപ്പ്യ എടുത്തില്ലേ? ഞാനെടുത്തൊന്നുമില്ല. പിന്നെ ഇന്നെ എടുക്കാണ്ട് ഏടിയാണോ? പോന്നടാ ഞാടെ പോന്നടാ എന്റെ മോനെ നാറി. എന്താ എടുത്തി പ്രശ്നം? എന്റെ നാസറേ, ഇവനല്ല എന്ത് കുടി. ഇവന്റെ അച്ഛനുണ്ടല്ലോ കുടിച്ച് പണ്ടേ അങ്ങ് കണ്ടം കഴിയുന്നു. ആ എന്തോരു മഹാനുഭൂതി, എന്തോരു മഹാനുഭൂതി. എന്തപ്പോ ഉണ്ടായേ? മഹാനുഭൂതി മഹാനുഭൂതി. എടാ നമ്മൾ അവനെന്ത് കളിയാടാ കളിക്കുന്നേ? അരേ നമ്മളെ സുജീഷ് ഓൻ മാല ഇന്നിടാ നാളെ ഇടാ മറ്റന്നാളിടാൻ പറഞ്ഞ് നമ്മൾ കളിപ്പിക്കുന്നല്ലേ. ഉരുണ്ട് കളി കുറച്ച് കൂടിയിട്ടുണ്ടോ അവനെ പെട്ടെന്ന് തന്നെ മാല ഇടിപ്പിക്കണം കേട്ടാ. അത് ശരി, പെട്ടെന്ന് പൊക്കണം സനേഷേ. അവനെ കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല സുമേഷേ. ഫുള്ള് വെള്ളടിയപ്പോൾ അത് പുറത്തുള്ള ടീമിനോട്ടാ ഫുള്ള് കളി. പോയി നമ്മളെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നത്. ഇപ്പൊ രാവിലെ തന്നെ അടിക്കാൻ തുടങ്ങും. എന്തായാലും അവനെ അങ്ങനെ വിട്ടാൽ പറ്റൂല. നമ്മളെ കൂട്ടത്തിൽ ഒരുത്തൻ അങ്ങനെ വഴുതെറ്റി പോകാൻ പാടില്ലല്ലോ. അറിയോ വിളിക്കുന്നവാ ചോദിക്കട്ടെ. ഞാൻ പരിചയപ്പെടുത്തലുണ്ട് പലരെയും. ഇനി മെത്തോടില്ല. ഒരാളെ കാണിച്ചു തരാടോ മച്ചാനെ. എനിക്ക് ഇയാളെ പരിചയം ഉണ്ടോ നോക്കിയേ, സൂക്ഷിച്ചു ശരിക്കും നോക്കിക്കോ. ഇതല്ല ഹിന്ദി സിനിമയിൽ സൽമാൻ ഖാന്റെ കൂടെ ഉള്ളത് ആ റിയാസ് ഖാൻ. ഈ റിയാസ് ഖാൻ അല്ലേ നമ്മളെ കടപ്പുറത്ത് ഇട്ട് പൂശിയേ. ഇത് ഓർമ്മയില്ലടാ? ആടാ, ആ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടി നിന്നെ വിളിപ്പിച്ചേ. നീ ഏത് സാധനം അടിച്ചേ? ഞങ്ങളെ കയ്യിൽ നല്ല സ്വയംഭ സാധനം ഉണ്ട്. എടാ സിദ്ധു പൊട്ടിക്കടാ. വലിക്കടാ, നിന്റെ കടപ്പുറം കിട്ടാൻ സാധനം വാടാ മോനെ. നമ്മള് കള്ളും കുടിക്കും ബീഡിയും വിളിക്കും. ഇമാതിരി പരിപാടി നമ്മള് കടപ്പുറത്തെ പിള്ളേർക്കുള്ളടാ. പിടിച്ചോടാ. വിടടാ. വലിക്കടാ, വലിക്ക്. എടാ നിനക്ക് കിട്ടിയൊന്നും പോരാ അല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കുരിയാടി പിള്ളേർക്ക് കളിക്കാൻ പാടില്ലെന്ന്. അതിന് നീ ഏതാണ് ആളാതി നമ്മളെ ഞാൻ ശബരിമലക്ക് പോകാൻ മാല ഇട്ടതാ. അതുകൊണ്ട് നിന്നെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം.
സൂശ വാടാ. സുമേഷ് നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഇവന്മാരെ എന്നെ MD വിളിപ്പിച്ചാണ്. എടാ കുര്യാടി ടീമിന്റെ വിജയം എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഐക്യ, അത് നീയായിട്ട് തെറ്റിച്ചു. ബാക്കി ഞാൻ മംഗലാപുരം പോയി വന്നിട്ട് പറയാം. ഓല്ലേ സുമേഷേ, നീ എന്റെ ക്ലോസ് ഫ്രണ്ടാ, അതൊക്കെ ശരി തന്നെ. പക്ഷെ നീ എന്നെ തന്നെയാവാൻ ശ്രമിക്കണ്ട കേട്ടാ. എന്താണ് പറ്റിയേ സുനിഷ? ഞാൻ ചോര ക്ഷമിക്കടാ, ഇങ്ങളൊന്നും പറഞ്ഞ് ഞാൻ അനുസരിച്ചില്ല. ഞാൻ കുടിച്ച് മരിക്കടാ. സുനീഷ നോക്കണേടാ. സുനീഷ ഞാൻ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ മരിക്കടാ. എടാ ഞാൻ വിളിച്ചിട്ട് നീ വരാഞ്ഞിട്ടല്ലേ? ഇപ്പൊ വേദന ഉണ്ടോ? ഇപ്പൊ കുറവുണ്ട്. ഇപ്പൊ വേദന ആശ്വാസമുണ്ട്. സുമേഷ് വാടാ, ഞാൻ നിന്നെ വീട്ടിലേക്ക് ആക്കി തരാം. വാ. എന്നാലും എൻ്റെ സുജീഷ, ഇനി മരണം വരെ മാലയിടുന്നത് എന്തായാലും ഞാൻ വിചാരിച്ചില്ല. എടാ മെഞ്ഞാന്ന് രാത്രി സുമേഷ് എൻ്റെ അടുത്ത് വന്നോണ്ടാ ഞാനിങ്ങനെ ജീവനോട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഞാൻ ചോര ചർത്തിച്ച് ചത്തേനെ. മാലയിടാനൊന്നും ഞാൻ ബാക്കി ഉണ്ടാവില്ല. മെഞ്ഞാന്നെങ്ങനെ സുമേഷിൻ്റെ അടുത്ത് വരുവാ? ഓരോരാഴ്ചയിട്ട് മംഗലാപുരത്തല്ലേ? ഇത് തന്നെ ഞാൻ നിർബന്ധിച്ചാണ് എൻ്റെ പഞ്ചനത്തിൽ വന്നതാ. സീരിയസ്വാമിയെ നീ എന്ത് തമാശയാ പറയുന്നത്? മെഞ്ഞാന്ന് രാത്രി സുമേഷ് എൻ്റെ അടുത്ത് വന്നല്ലേ? അല്ല സുമേഷ്? അല്ല സുജി സ്വാമിയെ, കള്ള് കുടിച്ചിട്ട് റിലേ പോയാ സ്വാമിയായിട്ടും ബോധം വന്നിക്കില്ലേ? അല്ലടോ, ഞാൻ കഴിഞ്ഞ ആഴ്ച മംഗലാപുരത്ത് പോകുന്ന ബൈക്കല്ലേ ഞാൻ ടൗണിൽ വെച്ച് മറ്റേ ഫുള്ളറായിട്ട് കച്ചറയാക്കുന്ന കണ്ടത്. എന്നിട്ട് ഞാൻ ഇന്ന അവിടെ നിന്ന് രക്ഷിച്ച ഓർമ്മയിലിരിക്കും. ഇന്ന് ഇവന്റെ വീട്ടിലെ ഭജന ഇവൻ വിളിച്ചോണ്ട് മാത്രം ഞാൻ വന്നത്. കഴിഞ്ഞ ആഴ്ച മംഗലാപുരത്ത് പോയാൽ ഞാനിങ്ങനെ മെഞ്ഞാന്ന് നിന്റെ അടുത്ത് വരുവാ. എന്നെ പറ്റിക്കാൻ നോക്കില്ല. അന്ന് നിന്റെ കയ്യിലൊരു സ്വർണ്ണവള ഉണ്ടായിരുന്നല്ലോ. ആ സ്വർണ്ണവള, ഒരു രുദ്രാക്ഷമാലയും. ആ സ്വർണ്ണവള അല്ലേ? സ്വർണ്ണവള ഇടാൻ പറ്റിയ സമയാ. ഇവിടെ പവന് 1 ലക്ഷം ഉറുപ്പ്യ. അന്നേരം സ്വർണ്ണവള ഇടുന്നത്. എല്ലാം കൂടി ഇരിക്കുന്ന പറ്റിയത് സ്വാമി ശരണം. കിളി പോയത് ഇവനോടല്ല എന്നാ പറയേണ്ടത്. നമ്മളോട് അന്നേരം ഇട്ടാ മതി അവനെ മാല, അതും കേട്ടിട്ടില്ല. എന്ത് പറ്റിയടാ? ഞാൻ വിളിച്ചിട്ടും നീ വരാഞ്ഞിട്ടല്ലേ? വാ നമുക്ക് പോകാം. അയ്യപ്പ Dino